യുദ്ധം തുടങ്ങിയിട്ട് 42 ദിവസങ്ങൾ പിന്നിടുന്ന ഈ ഏപ്രിൽ 10 വൈകുന്നേരവും ആളുകൾ അക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത് എന്തിനെ ചുറ്റിപ്പറ്റിയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇറാനും അമേരിക്കയും വളരെ സജീവമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒന്നിച്ചിരിക്കുന്ന ഒരു നിമിഷത്തെ നമ്മൾ കാണാൻ പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ആ ചർച്ച ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളവർ ഫ്ലൈറ്റിലിരിക്കുന്നു. ഏതായാലും ശനിയാഴ്ച 11-ാം തീയതി ചർച്ച നടക്കുമെന്ന ഉറപ്പിന്മേലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ ഇതൊന്നും നടക്കുകയില്ല, ശുഭാപ്തി വിശ്വാസമേ വേണ്ട എന്ന അർത്ഥത്തിൽ ചില ആളുകളും രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളും ചില മാധ്യമങ്ങളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എവിടെയാണ് ഇപ്പോൾ തട്ടി നിൽക്കുന്ന തർക്ക വിഷയങ്ങളെന്ന് നമ്മളൊരു സാധാരണ ബുദ്ധി വെച്ചൊന്ന് മനസ്സിലാക്കണം. ഇറാനും ലെബനോനും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഇത് രണ്ടിടത്തേക്കുമുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാലേ കാര്യം നടക്കുകയുള്ളൂ, ഹോർമൂസ് തുറക്കാൻ പറ്റുള്ളൂ എന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ലെബനോൻ്റെ വിഷയം വേറെ, ഇറാൻ്റെ വിഷയം വേറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്ന ആശയക്കുഴപ്പത്തിന്റെ ഒന്നാമത്തെ കാരണം. അതേസമയം അമേരിക്ക പറയുന്നത് ഇത് ഇറാൻ മുന്നോട്ട് വെച്ചത് 10 പരിപാടി, അമേരിക്ക മുന്നോട്ട് വെച്ചത് 15 പരിപാടി. ഇത് രണ്ടും അംഗീകരിച്ചു എന്ന് പറയുന്നതിലെ ആശയക്കുഴപ്പം ഒഴിവാക്കണം. ഞങ്ങൾ വെച്ച 15 ഇറാൻ പറയുന്ന 10 ഇതൊക്കെ ഒരു ക്ലാരിറ്റി വന്നാൽ മാത്രമേ യുദ്ധത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റൂ എന്ന് അമേരിക്കയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ ഇങ്ങനെ ഒരു സമ്മേളനം തന്നെ ശനിയാഴ്ച നാളെ നടക്കുക. എന്നാൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഹോർമൂസ് വളരെ കൃത്യമായി തുറന്നു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് മേഖലയിലെ അടക്കമുള്ള പല രാജ്യങ്ങളും ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അമേരിക്കയും പറഞ്ഞു ഹോർമൂസിലൂടെ കപ്പൽ പോകുമ്പോൾ ഫീസ് വാങ്ങുന്ന ഏർപ്പാട് അതൊന്നും ഇപ്പോൾ നടത്തരുത്, അത് പ്രത്യക്ഷമായ പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെ പോയാൽ ഞങ്ങൾ ഇതുവരെ കണ്ട ആക്രമണം എന്താണോ അതിനപ്പുറമുള്ള തരത്തിലേക്കുള്ള വലിയ ആയുധങ്ങൾ ഇതാ ഷിപ്പുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യുന്നു. ട്രംപ് പറഞ്ഞ വാക്ക് റീസെറ്റ് എന്നാണ്. ഞങ്ങൾ വീണ്ടും റീസെറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല ഒരു ദശാബ്ദങ്ങളുടെ ചരിത്രം നോക്കിയാൽ ഇത്രയും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനോ ഭരണാധികാരിയോ ഇറാനുമായി നേരിട്ടുള്ളൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ കാണുന്നത് പോലെ പങ്കെടുത്തിട്ടില്ല. ആരാ വരുന്നത്? അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് വിമാനത്തിലേക്ക് ഇന്ന് അമേരിക്കയിൽ നിന്ന് കയറുമ്പോൾ ഒറ്റ വാചകമാണ് പ്രാധാന്യത്തിൽ മാധ്യമങ്ങളോട് വാൻസ് പറയുന്നത്: ഇറാനെ കളിക്കല്ലേ. കളിക്കല്ലേ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത് പോലെ തന്നെയാണ്. JD വാൻസ് വോൺസ് ഇറാൻ നോട്ട് ടു പ്ലേ എന്ന ഒരൊറ്റ വാചകമാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിലേക്ക് പ്രവേശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമാധാന ചർച്ച വളരെ നിർണായകമാണെന്ന് അമേരിക്ക പറയാൻ കാരണം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദശാബ്ദങ്ങളായിട്ട് ഇങ്ങനെ വൈസ് പ്രസിഡന്റ് തലത്തിലുള്ള ഒരു ചർച്ചയൊന്നും ഇറാനുമായിട്ട് നേരിട്ട് നടത്തിയിട്ടില്ല. ഒരു വ്യാഴവട്ടത്തിന് മുമ്പ് 2013 യഥാർത്ഥത്തിൽ ഒബാമ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴത്തേക്കും റുഹാനിയെ സംസാരിച്ചു എന്ന് പറഞ്ഞൊക്കെ നമുക്ക് വാർത്ത കാണാം. പക്ഷേ ഫോണിൽ വിളിച്ചാൽ സംസാരിച്ചത്. പിന്നീട് കഴിഞ്ഞ വർഷവും വിദേശകാര്യ മന്ത്രിതല ചർച്ചയൊക്കെയാണ് ഫോണിൽ നടത്തിയതും മറ്റും. അല്ലാതെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇറാനിലെ ഉദ്യോഗസ്ഥരുമായിട്ടോ മന്ത്രിമാരുമായിട്ടോ ചർച്ച ചെയ്യുന്നൊരു അന്തരീക്ഷം ദശാബ്ദങ്ങളായി ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് 1979 വിപ്ലവത്തിന് ശേഷം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊന്നുമേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നിന്ന് പങ്കെടുക്കുന്ന പാർലമെൻറ്റ് സ്പീക്കറും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമാണ്. അപ്പോൾ തികച്ചും നിർണായകമായ ചർച്ചയാണ് ഇസ്ലാമാബാദിൽ ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് നിഷ്പക്ഷമായ വിശകലനം ചെയ്യുന്ന ആഗോള മാധ്യമങ്ങൾ പറയുന്നത്. ഇതിനിടയിൽ ഈ ഒരു ചർച്ച വളരെ പോസിറ്റീവായിട്ട് താൻ കാണുകയാണെന്ന് JD വാൻസ് പറയുകയും തെറ്റിപ്പോയാൽ അതിശക്തമായ ആക്രമണം ഇതുവരെ കാണാത്ത വിധമുള്ളതായിരിക്കും ഇറാനുമേൽ ലെബനോനുമേൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ വളരെ വീക്കാണ് എന്ന അർത്ഥത്തിൽ ട്രംപ് ഒരല്പം പരിഭവത്തിൽ പറഞ്ഞ വാർത്തയും നമ്മൾ കണ്ടതാണ്. പറഞ്ഞ പ്രകാരം ഇറാനുമേലുള്ള ആക്രമണം നിർത്തിവെക്കുമ്പോഴും ഇറാൻ ഇസ്രയേൽ ലെബനോനുമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തെ ഇതുമായി ചേർത്ത് വെച്ചേ വായിക്കാൻ പറ്റുകയുള്ളൂ. തങ്ങളുടെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ള എന്ന രൂപത്തിൽ തന്നെയാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടും രണ്ടായി കാണണമെന്ന ഇസ്രയേലിൻ്റെ നിലപാടിനെ അംഗീകരിക്കാതെ ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കണം. ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ പ്രയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. അമേരിക്ക ഇറാനോട് അഭ്യർത്ഥിക്കാൻ പോകുന്നൊരു കാര്യം ഇറാനിൽ പിടിയിലായ അമേരിക്കക്കാരെ പെട്ടെന്ന് വിട്ടയക്കണം എന്നുള്ളത് കൂടിയാണ്. ഇതുകൂടി ഈ ചർച്ചയുടെ വേദിയിൽ ഉന്നയിക്കപ്പെടും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെയൊരു ചർച്ച ഇറാൻ്റെയും അമേരിക്കയുടെയും ഉന്നതതല ചർച്ച, മറുഭാഗത്ത് ലെബനോൻ്റെ പ്രധാനമന്ത്രി വാഷിങ്ടണിലേക്ക് പോയാൽ
അവിടെ വച്ചൊരു ചർച്ച ഈ വിഷയത്തിൽ പ്രത്യേകിച്ചാകാം എന്ന് ഇസ്രയേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കുകയും ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ആ ചർച്ച നടക്കുമെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വാഷിങ്ടൺ ചർച്ചയും ഇസ്ലാമാബാദ് ചർച്ചയും രണ്ടും രണ്ട് തരത്തിലാണെങ്കിൽ പോലും വിജയിക്കാൻ പറ്റിയാൽ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ സമാധാനം തൽക്കാലം ഉണ്ടാകും എന്ന് വിചാരിക്കാം. ഇതൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ പഴകി വീണ്ടും പൊട്ടിപ്പോകുന്ന തരത്തിലാണ് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ചില ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും അധികം ഇന്ന് ലോകത്ത് വിഷമിക്കുന്ന ജനതയായി, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളായി, പുറത്തു പറയാൻ പറ്റാതെ സഹിക്കുന്ന ആളുകളായി അമേരിക്കൻ ജനത മാറിയിരിക്കുന്നു. ഗ്യാസിൻ്റെ വിലക്കയറ്റം, ഇന്ധനത്തിൻ്റെ വിലക്കയറ്റം, സാധനങ്ങൾക്ക് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വിലക്കൊക്കെ വരുമ്പോൾ കൂടുതൽ ടാക്സ് കൊടുത്ത് വാങ്ങിക്കഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഇത് അമേരിക്കൻ ജനത അനുഭവിക്കുകയാണ്. അതുകൊണ്ടാകണം അമേരിക്കയിൽ നടന്ന 3 സർവേകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടപ്പോൾ, അത് പ്രത്യേകിച്ച് ഇന്ന് CNN നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആർക്ക് മനസ്സിലാവും ആ സർവേകളിലെല്ലാം ഈ യുദ്ധം ജയിച്ചതാര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ, അതായത് 30% ആളുകൾ പറയുന്നു ഇത് ഇസ്രയേലും അമേരിക്കയും വിജയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 70% ആളുകളും അത് അംഗീകരിക്കുന്നില്ല എന്ന്. പിന്നെ അമേരിക്കയിൽ പ്രസിഡന്റ് എന്ന രൂപത്തിലുള്ള ട്രംപിൻ്റെ ജനപ്രീതി, ചരിത്രത്തിൽ ഒരു പ്രസിഡന്റിനും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ജനപ്രീതി ഇടിവ് ട്രംപിന് കിട്ടുന്നു എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സന്തുലിതാവസ്ഥയിൽ ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ച നടന്നേ പറ്റൂ എന്ന വിഷയം അമേരിക്കയ്ക്കുമുണ്ട്. അമേരിക്ക നാറ്റോയിൽ തന്നെ പല ആളുകളും അമേരിക്കയെ ഉപദേശിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വരികയാണ്. അമേരിക്കയുടെ നാഷണൽ എക്കണോമിക് കൗൺസിലിൻ്റെ ഡയറക്ടറാണ് കെവിൻ ഹെസറ്റ്. നോക്കിയാൽ മനസ്സിലാവും, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ വളരെ പോപ്പുലറാണ്. ഈ കെവിൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഹോർമൂസ് കടലിടുക്ക് തുറന്നാലേ നിലവിലുള്ള അമേരിക്കയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ. അദ്ദേഹം പല അർത്ഥം ഉള്ളിൽ വെച്ച് പറഞ്ഞതാണ്. അത് വെറും ഇന്ധനച്ചെലവ് വർദ്ധിക്കുന്നതുകൊണ്ട് മാത്രം പറഞ്ഞതല്ല. എവിടെയോ ഒരു മനഃശാന്തി കുറവ് അങ്ങ് വിദൂരത്ത് കിടക്കുന്ന അമേരിക്കയിൽ പോലും ഈ യുദ്ധമുണ്ടാക്കിയിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ വെളിപാടാണ്. പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതിപക്ഷ ഉദ്യോഗസ്ഥനല്ല കെവിൻ. അദ്ദേഹം അവിടുത്തെ നാഷണൽ എക്കണോമിക് ഡിവിഷൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം തന്നെ ഉപദേശം കൊടുത്തിരിക്കുകയാണ്, ഇങ്ങനെ ഈ ഹോർമൂസ് എങ്ങനെയും തുറക്കണം എന്നതാണ്. അപ്പോൾ എങ്ങനെ തുറക്കും എന്നുള്ളത് നയപരമായ രൂപത്തിലാണോ, ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തുകൊണ്ടുള്ള വിജയത്തിലാണോ, അതോ ആക്രമിച്ച് തുറക്കലാണോ, എന്താണ് വേണ്ടതെന്നുള്ളത് യുക്തിയും ബുദ്ധിയുമുള്ളവർ തീരുമാനിക്കണം. മനസ്സിന് സന്തുലിതാവസ്ഥയുള്ള ആളുകൾ തീരുമാനിക്കണമെന്നാണ് കെവിൻ പറയുന്നതിൻ്റെ അർത്ഥം. ഇസ്രയേലിലെ 3 ചാനലുകൾ, ചാനൽ 13, ചാനൽ 12, CAN 11, ഈ 3 ചാനലുകളും നടത്തിയിരിക്കുന്ന ഇസ്രയേലിലെ സർവേയും പറയുന്നത് നേരത്തെ അമേരിക്കയിൽ കണ്ടതിൻ്റെ പ്രതിഫലനം തന്നെയാണ്. ഒരൊറ്റ സർവേയിലും 30%-ലധികം ആളുകൾ ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ജയിച്ചു എന്ന് കരുതുന്നില്ല. എന്ന് വെച്ചാൽ 70% ആളുകളും മറ്റു പല അർത്ഥത്തിൽ ഒന്ന് വിജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇറാൻ വിജയിച്ചു, ഈ രണ്ടും കൂടെ ചേരുന്ന 70%. ബാക്കി 30%-ൽ താഴെയുള്ളൂ ഇത് ഇസ്രയേലും അമേരിക്കയും വിജയിച്ചു എന്ന് കരുതുന്ന സർവേ സഖ്യം. ഇത്തരം സാഹചര്യമൊക്കെ ആഭ്യന്തരമായി ഉണ്ടാക്കുന്ന ചില അവസ്ഥാന്തരങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം ഈ കാലഘട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ആക്രമണത്തിന് വേദിയായി ലബനോൻ്റെ നോർത്ത് മാത്രമല്ല സൗത്തിലേക്ക് വരുന്ന ഭാഗങ്ങളിലാണ് ഏറ്റവും ശക്തമായ ആക്രമണം നടന്നത്. ഒറ്റ ദിവസം തന്നെ 254 പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയെന്ന വാർത്ത വന്നതാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞതാണ്. പരിക്ക് പറ്റിയ ആളുകൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പോലും ഒരു സംവിധാനം ഇല്ല എന്ന കാര്യം ലോകം കണ്ടതാണ്. അതിനിടയിൽ ഇന്നും ആക്രമണം നടന്നു. ലബനോനിലെ 13 സുരക്ഷാ ഉദ്യോഗസ്ഥർ സൗത്ത് ഭാഗത്തുള്ള നബത്തി എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും ഇന്ന് വരികയാണ്. അവിടെ അങ്ങനെ ആക്രമണം സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെ ഹിസ്ബുള്ളയുടെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അവസാന ശ്വാസം വരെ ഞങ്ങൾ പൊരുതും എന്നതാണ്. എന്തുകൊണ്ട് ഈ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കണം എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടി അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മൾ അറിയണം. ഇതൊക്കെ BBC-യും CNN-ഉം അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നതാണ്. ട്രംപുമായിട്ട് നേർക്കുനേർ ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത്, ഈ വിഷയത്തിൽ ഒരു ധാർമ്മികതയുടെ വിഷയം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പോപ്പാണ്. മാർപ്പാപ്പ പറയുന്നത്, രണ്ടുപേരും അമേരിക്കക്കാരാണല്ലോ, മാർപ്പാപ്പ പറയുന്നത് ഒരു കാരണവശാലും ഒരു രാജ്യത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ പാടില്ല, യുദ്ധം അവസാനിപ്പിക്കുക തന്നെ വേണം. കാരണം കാത്തലിക് ചർച്ചിൻ്റെ നാളിതുവരെയുള്ള ചരിത്രം നോക്കിയാൽ സമാധാനത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് പ്രസക്തിയില്ലെന്ന മട്ടിലാണ് പോപ്പ് നൽകുന്ന ഉപദേശം. അതുകൊണ്ട് തന്നെ രണ്ട് ചേരിയായി അമേരിക്കൻ ജനതയിൽ ശക്തമായ രൂപത്തിൽ ഇങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പോപ്പ് പറഞ്ഞതിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും
റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സമ്മർദ്ദത്തിൽ അകപ്പെട്ടു പോകുന്ന ഭരണാധികാരി എന്തു ചെയ്യും? നമുക്ക് ആലോചിക്കാം. സമാധാനത്തിൻ്റെ വിഷയമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള എല്ലാ കരുക്കളും നീക്കി മുഖം രക്ഷിക്കാനുള്ള ഇടപെടലിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടും വരികയാണ്. ഇതിനിടയിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഗൾഫ് മേഖലയിലേക്ക് പൊതുവെ ഇന്ന് ആക്രമണത്തിൻ്റെ ഒന്നും വാർത്തകൾ അധികം വന്നില്ലെങ്കിലും കുവൈറ്റിന് മേൽ 7 ഡ്രോണുകൾ വന്നു പതിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന റിപ്പോർട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥന്, ആർമി ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റി എന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. UAE-യിൽ ഇന്നലെയും ഇന്നുമൊന്നും ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസത്തിൻ്റെ റിപ്പോർട്ടാണുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്കറിയാം, ഇവിടെ കഴിയുന്ന എല്ലാവർക്കും അറിയാം, 48 മണിക്കൂറായിട്ട് അതിൻ്റെ സമാധാന അന്തരീക്ഷം കളിയാടുന്നത്. മാർക്കറ്റ്, ജനജീവിതം, തൊഴിലിടങ്ങൾ, ഫാക്ടറികൾ ഇതൊക്കെ വീണ്ടും ഒരു വലിയ പ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ വിമാന കമ്പനികൾ കൂടുതൽ സർവീസുകൾ ഏർപ്പാടാക്കാൻ വേണ്ടി രംഗത്ത് വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. പ്രത്യേകിച്ച് എമിറേറ്റ്സൊക്കെ 100 ഡെസ്റ്റിനേഷനിലേക്ക് പരിമിതമായിട്ടാണെങ്കിൽ പോലും ഷെഡ്യൂൾഡ് സർവീസുകളിലേക്ക് വരാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്. ഫ്ലൈ ദുബായും എത്തിഹാദും എയർ അറേബ്യയും കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന പ്രതീക്ഷയിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം, ആത്മബലം പകരുക തന്നെയാണ്. മാത്രമല്ല, ഷോപ്പിംഗ് മാളുകൾ വീണ്ടും സജീവമാവുകയും ദുബായ് മോൾ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ട് ആളുകൾ ആ സ്ഥലം കാണാൻ തന്നെയായിട്ട് വീണ്ടും വരുന്നതും അങ്ങനെ സഞ്ചരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതും ഇതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം. ഈ പ്രതിസന്ധിക്കിടയിൽ UAE-യിൽ കഴിയുന്നവർ രാജ്യത്തോടുള്ള കൂറ്, അതിൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഇന്ന് പതാക ഉയർത്താൻ പറഞ്ഞതിനെ അംഗീകരിച്ചത്. മാത്രമല്ല, പ്രൗഡ് ഓഫ് UAE എന്നൊരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പതാക ഉയർത്തിക്കാട്ടി അതിൻ്റെ ആ ലോഗോയൊക്കെ തന്നെ മനോഹരമായിട്ട് എല്ലാവരും ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഈ കഴിയുന്ന രാജ്യത്തോടുള്ള കൂറ്, ഈ രാജ്യം സ്വീകരിക്കുന്ന നിലപാടുകളോടുള്ള ആ നിലപാടിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് എങ്ങനെ വികസനത്തിലേക്ക് പോകാമെന്നതിൻ്റെ ചിന്ത, ഇതെല്ലാം പ്രതിഫലിക്കുന്ന വിധത്തിലാണ് പ്രൗഡ് ഓഫ് UAE എന്ന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുർജ് ഖലീഫയുടെ മുകളിൽ UAE-യുടെ പതാക പാറിക്കളിക്കുന്ന വിഷ്വൽസ് ഇന്ന് ഷെയ്ഖ് ഹംദാൻ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് എത്ര വേഗത്തിലാണ് സ്വീകരിക്കപ്പെട്ടത്. UAE ഉയർന്നു പറക്കുന്നു എന്ന അർത്ഥത്തിൽ ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു പ്രാതിനിധ്യമായി ആ ചിത്രം മാറുകയായിരുന്നു. ഇതിനിടയിൽ UAE-ക്ക് 2029 IMF-ൻ്റെയും വേൾഡ് ബാങ്ക് ഗ്രൂപ്പുകളുടെയും ഉച്ചകോടി സംഘടിപ്പിക്കാനുള്ള അനുമതി കിട്ടി എന്ന അറിയിപ്പും ഇന്ന് വരികയാണ്. ഇപ്പോൾ ആശയക്കുഴപ്പമായി നിൽക്കുന്ന ഒരേ ഒരു കാര്യം ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഉപാധിയാണ്. ലെബനോന് മേൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ശനിയാഴ്ച നടക്കുന്ന ചർച്ചയ്ക്ക് ആവേഗം, ശക്തി, അതിൻ്റെ വേഗത ഇതൊക്കെ കൂട്ടാൻ വേണ്ടി ഇടപെടണം എന്ന അഭ്യർത്ഥന ഇറാൻ നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാൻ്റെ പാർലമെൻ്ററി സ്പീക്കറാണ് ഇക്കാര്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നാളത്തെ ചർച്ച സുഗമമായി അവസാനിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിനെ വ്യക്തമായി പാലിച്ചിരിക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ശനിയാഴ്ചത്തെ സമാധാന സംഭാഷണം JD വാൻസ് എന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ പോസിറ്റീവായി മാറട്ടെ. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒറ്റ ദിവസം കൊണ്ട് സമാധാനം പുലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആശങ്കയില്ലാത്ത വിധമുള്ള മനുഷ്യ പുരോഗതിയിലേക്ക് വീണ്ടും സഞ്ചരിക്കാനുള്ള അവസരമുണ്ടാകും. അതല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞു പോയാൽ വീണ്ടും എത്രയോ വർഷത്തേക്ക് നമ്മൾ പിറകോട്ട് സഞ്ചരിക്കുന്ന പോലുള്ള അവസ്ഥയിൽ എത്തിച്ചേരുമെന്ന കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ എവിടെയാണെങ്കിലും അത് വിജയിക്കാനുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതും അങ്ങനെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, അരീം ബേക്കേഴ്സ്, eLessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ.